Education is not the learning of facts, but the training of mind to think. ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട ഒരു വാചകമാണ് നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മൾ മലയാളികൾ എപ്പോഴും ചെയ്യാറുള്ളത് എന്താണെങ്കിലും കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കും. പക്ഷേ ഒരിക്കലും കാണാപ്പാഠം പഠിക്കരുത്, മറിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കി ചിന്തിച്ച് പഠിക്കണം. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ചെയ്യേണ്ടതും ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ലാഡർ. ഐ ആം ജോർജ് ഡൈവിൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവരും ഇംഗ്ലീഷിൽ കേട്ട് പരിചിതമായിട്ടുള്ള ഒരു വിഭാഗമാണ് വെർബ് എന്ന് പറയുന്നത്. വെർബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ, പ്രവൃത്തിയെ കാണിക്കുന്ന ഒരു വാക്കാണ് വെർബ്. ഇനി ഇംഗ്ലീഷ് പറയാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും പറയുന്നൊരു ഡൗട്ട് കൊണ്ട് കേട്ടോ, എല്ലാവരും പറയും എനിക്ക് വാക്കുകൾ കിട്ടാറില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടാറില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയാണെങ്കിൽ അതിനുള്ള ഒരു ടിപ്പ് ഞാൻ അവസാനം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെർബ് എന്ന് പറയുമ്പോൾ പ്രവൃത്തിയെ കാണിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഡാൻസ്, റീഡ്, റൈറ്റ്, ഇങ്ങനെ പറയുന്നതെല്ലാം പ്രവൃത്തിയാണ്. പക്ഷേ അതുപോലെ തന്നെ അതെല്ലാം ഫിസിക്കലായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രവൃത്തിയെ കാണിക്കുന്ന മറ്റൊരു വിഭാഗം വാക്കുകൾ കൂടിയുണ്ട്, മെൻ്റൽ ആക്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. അതായത് ലൈക്ക്, തിങ്ക്, എൻജോയ്, ഇതും പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കുകളാണ്. അതൊരു മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടതാണ്. പക്ഷേ വെർബ് എന്ന ഇതിൽ തന്നെ പെടുന്ന വാക്കുകളാണ്. ഓക്കെ, എല്ലാ സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും ഈ വെർബ് എന്ന് പറഞ്ഞ സംഗതി. അത് ഇല്ലാതെ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് പോകില്ല. അപ്പോൾ അത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ വെർബ് എന്ന് പറയുന്നത്. ഈ വെർബ് തന്നെ പല രൂപത്തിലായിരിക്കും ഓരോ സെൻറ്റൻസിലും കാണാൻ കഴിയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ബുക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ബുക്കുകളിലും പല രീതികളിലായിരിക്കും ഇത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ചില ബുക്കുകളിൽ 4 രൂപങ്ങളായിട്ടുണ്ടാവും, ചില ബുക്കുകളിൽ 5 രൂപങ്ങളായിട്ടുണ്ടാവും. എങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രൂപങ്ങൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാമെന്നതാണ്. ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ രൂപത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. V1. എപ്പോഴും V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അങ്ങനെ V1, V2, V3, V4 അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ V1 എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, ഇതിനെ നമ്മൾ ബേസ് ഫോം എന്നും പറയാറുണ്ട്. പിന്നെ ഇംഗ്ലീഷുകാർ നമ്മളെ കൺഫ്യൂഷനാക്കാൻ കുറേയിട്ട് കഷ്ടപ്പെടുത്തും, അവരൊത്തിരി പേരുകൾ തരും. ഓക്കെ, ഇതിനെ നമ്മൾ പ്രസൻറ്റ് ടെൻസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ടുള്ള വാക്കുകളില്ലേ, ഗോ, പ്ലേ, റീഡ്, റൈറ്റ്, ഡാൻസ്, ഈ പറയുന്ന വാക്കുകളെല്ലാം ഈ പറഞ്ഞ V1 എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. നമ്മൾ നോർമലി പ്രവൃത്തിയെ കാണിക്കുന്ന ഒരു വാക്കെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറച്ച് വാക്കുകളില്ലേ, അതെല്ലാം ഈ പറഞ്ഞ V1 എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇനി നമുക്കിതിൻ്റെ മലയാളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. നടക്കുക, പോവുക, ചെയ്യുക, ഡാൻസ് കളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതേപോലെ സെയിം അർത്ഥത്തിൽ പെടുന്ന വാക്കുകളാണ് പോകാറുണ്ട്, വരാറുണ്ട്, ചെയ്യാറുണ്ട്, കളിക്കാറുണ്ട്. ഇതെല്ലാം ഈ V1 എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ V1 എന്ന വാക്കിന് മലയാളത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 അർത്ഥങ്ങൾ കാണും. ഇപ്പോൾ ഗോ എന്നുള്ള വാക്കാണ് എടുക്കുന്നതെങ്കിൽ പോവുക അല്ലെങ്കിൽ പോകാറുണ്ട്, സ്ഥിരമായി ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ പോകാറുണ്ട്, ഞാൻ പോകാറുണ്ട്, ചെയ്യാറുണ്ട്, അങ്ങനെ പറയുന്ന എല്ലാ വാക്കുകളും ഈ പറഞ്ഞ V1 എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. നമ്മളൊരു സെൻറ്റൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഐ ഗോ ടു ദ ഓഫീസ്. അവിടെ ഗോ എന്ന് പറഞ്ഞ വാക്കുണ്ട്. അതിൻ്റെ മലയാളം എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഓഫീസിൽ പോകാറുണ്ട്, എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. ആ ഗോ എന്നുള്ള വാക്ക് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിന് പോകാറുണ്ട് എന്നുള്ള അർത്ഥമുണ്ട്, അതുപോലെ പോവുക എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് V1 എന്ന വിഭാഗത്തിൽപ്പെട്ട വാക്ക്. V1 പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അതിനോട് ചേർന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ കൂടെ V1S എന്ന് പറഞ്ഞൊരു രൂപം. അതായത് നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, V1 എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച വാക്കുകളുടെ കൂടെ S അല്ലെങ്കിൽ ES ചേർക്കുമ്പോഴേക്കുമാണ് നമുക്ക് V1ൻ്റെ S രൂപങ്ങൾ അഥവാ ES രൂപങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, കാരണം ഈ V1 എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന കാര്യം എപ്പോഴും പ്ലൂരൽ ആയിട്ടുള്ള വാക്കുകൾ, അതായത് ഐ, യു, വി, ദേ,
ഐ, യു, വി, ദേ. ഈ വാക്കുകളുടെ കൂടെയാണ് ഈ V1 എന്ന് പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെൻറ്റൻസ് എടുത്ത് ഐ ഗോ ടു ഓഫീസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഐ വന്നത് കാരണം നമ്മൾ ഗോ ഉപയോഗിച്ചു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വി ഉപയോഗിക്കാം. വി ഗോ ടു സ്കൂൾ. അപ്പോൾ വി വന്നു, ഗോ ഉപയോഗിച്ചു. അതേപോലെ ദേയും നമുക്ക് യുവും ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സിംഗുലർ ആയിട്ടുള്ള വാക്കുകൾ വരികയാണെങ്കിലോ സബ്ജക്റ്റ് ഫോംസ് ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേര്. ഈ വാക്കുകളുടെ കൂടെയാണ് നമ്മൾ V1S രൂപങ്ങൾ ഉപയോഗിക്കുന്നത്. V1S രൂപങ്ങൾ. അപ്പോൾ ഇവിടെ ഗോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ കൂടെ ESും കൂടി ആഡ് ചെയ്ത് ഗോസ് എന്ന വാക്കായി മാറും. GOES, ഗോസ്. അപ്പോൾ ഹി എന്നുള്ള സബ്ജക്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹി ഗോസ് ടു ഓഫീസ്. ഹി ഗോസ് ടു ഓഫീസ്. ഓക്കെ, അവിടെ ഐ ഗോ എന്നത് ഹി ഗോസ് ആയി മാറി. അപ്പോൾ ഹി വന്നതുകൊണ്ടാണ് അവിടെ ഗോസ് ആയത്. അതുപോലെ തന്നെ ഷീയും ഇറ്റും അല്ലെങ്കിൽ ഒരാളുടെ പേര്, ഇപ്പോൾ റാം എന്നുള്ള ഒരു പേര് എടുക്കണമെങ്കിൽ റാം ഗോസ് ടു ഓഫീസ്, ഒരാളുടെ പേരാണ്, അതുകൊണ്ട് ഗോസ് വന്നു. അപ്പോൾ ഏകവചനത്തിൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ES ചേർത്ത രൂപം ഉപയോഗിക്കുന്നു. ബഹുവചനം അഥവാ പ്ലൂറലിൻ്റെ കൂടെ നമ്മൾ ഗോ, അതായത് V1 എന്ന രൂപം ഉപയോഗിക്കുന്നു. അപ്പോൾ യാതൊരു കൺഫ്യൂഷനും ഇല്ല അല്ലേ? ഇനി നമുക്ക് ഈ V1-ന് തന്നെ മറ്റൊരു രൂപം കൂടി കാണാം. അതിൻ്റെ കൂടെ ഈ V1-ന് മുന്നിൽ ടു എന്നുള്ളൊരു വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റീവ് എന്നുള്ളൊരു രൂപം കിട്ടും. ടു ഇൻഫിനിറ്റീവ് എന്ന് പറയും, ചിലപ്പോൾ ഇൻഫിനിറ്റീവ് എന്ന് മാത്രം പറയും. എന്താണെങ്കിലും നമുക്ക് ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് എന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി, നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ടു ഗോ എന്നുള്ളതാകും. നമ്മൾ പറഞ്ഞു V1-ന് മുന്നിൽ ടു എന്നുള്ള വാക്ക് ആഡ് ചെയ്യുമ്പോഴേക്കുമാണ് ഇൻഫിനിറ്റീവ് കിട്ടുന്നത്. അപ്പോൾ ടു ഗോ. ഇനി അതൊരു സെൻറ്റൻസിലേക്ക് കൊണ്ടുവരാണെങ്കിലോ ഐ വോണ്ട് ടു ഗോ ടു ഓഫീസ്. ഐ വോണ്ട് ടു ഗോ ടു ഓഫീസ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ അർത്ഥം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ടു ചേർക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ വാക്കുകളുടെയും V1 എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞ എല്ലാ വാക്കിൻ്റെയും മുന്നിലും നമുക്ക് ടു ഉപയോഗിക്കാൻ പറ്റും. ടു ഗോ, ടു പ്ലേ, ടു റീഡ്, ടു റൈറ്റ്, ടു തിങ്ക്. ഏത് വാക്കെടുത്താലും അതിന് മുന്നിൽ ടു ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഫിനിറ്റീവ് രൂപം കിട്ടും. അപ്പോൾ ഇതിന് ഒരർത്ഥം വരുന്നത് ചെയ്യാൻ, പോകാൻ, അങ്ങനെയൊക്കെയുള്ള ഒരർത്ഥത്തിലേക്ക് മാറും. ഐ വോണ്ട് ടു ഗോ ടു ഓഫീസ്, എനിക്ക് പോകാൻ അല്ലെങ്കിൽ എനിക്ക് പോകേണ്ടതുണ്ട്, അങ്ങനത്തെ ഒരർത്ഥത്തിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ടു ചേർക്കുമ്പോൾ അത് ഇൻഫിനിറ്റീവായി മാറുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളപ്പോൾ 3 രൂപങ്ങൾ കണ്ടു. V1 എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബാക്കി 2 കാര്യങ്ങൾ നമ്മൾ കണ്ടത്. V1 എന്ന് പറഞ്ഞ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന വെർബ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട വാക്കുകൾ കണ്ടു. ആ വാക്കുകളുടെ കൂടെ S അല്ലെങ്കിൽ ES ചേർത്തപ്പോൾ V1S ചേർത്തുള്ള രൂപങ്ങൾ കിട്ടി. അതിന് മുന്നിൽ നമ്മളൊരു ടു ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഇൻഫിനിറ്റീവ് എന്നുള്ള രൂപങ്ങളും കിട്ടി. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? ഇനി കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി നമുക്ക് V2 എന്ന് പറഞ്ഞ നെക്സ്റ്റ് കാറ്റഗറി എന്താണെന്ന് നോക്കാം. V2 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പാസ്റ്റ് ടെൻസ് അഥവാ കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് V2 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒറ്റ വാക്ക് തന്നെ, നമ്മൾ ആദ്യം എടുത്ത സെയിം വാക്ക് തന്നെ ഉപയോഗിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഗോ എന്ന് പറഞ്ഞ വാക്ക് തന്നെ നമ്മൾ ഇവിടെ എടുക്കുകയാണ്. ഗോ എന്ന് പറഞ്ഞ വാക്കെടുക്കുമ്പോൾ അത് കഴിഞ്ഞുപോയ രൂപത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആകുമ്പോഴേക്കും V2 എന്ന് പറയുന്നത് വെൻറ്റ് ആണ്. ഓക്കെ, WENT, വെൻറ്റ്. അപ്പോൾ ഗോ എന്ന് പറഞ്ഞ വാക്കിവിടെ വെൻറ്റ് ആയി മാറി. ഗോ, വെൻറ്റ്. അപ്പോൾ ഇനി അത് നമുക്കൊരു സെൻറ്റൻസിലേക്ക് കൊണ്ടുവരാം. നമ്മളിപ്പോൾ കഴിഞ്ഞുപോയ കാര്യമാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് V1-ലെന്ന്. ഐ ഗോ ടു ഓഫീസ്. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞുപോയ രൂപത്തിൽ പറയുമ്പോഴോ ഐ വെൻറ്റ് ടു ഓഫീസ്. അപ്പോൾ അവിടെ ഗോ എന്ന് പറഞ്ഞ വാക്ക് വെൻറ്റ് എന്നായി മാറി. ഓക്കെ, അതാണ് V2 എന്ന് പറയുന്നത്. V2 എപ്പോഴും കഴിഞ്ഞുപോയ കാര്യങ്ങളെ കാണിക്കുന്ന വാക്കുകളായിരിക്കും. നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കുകളുടെ എല്ലാം നമുക്ക് V2-ഉം കിട്ടും. ഓക്കെ, ഇപ്പോൾ ഗോ എന്ന് പറഞ്ഞത് വെൻറ്റ് ആയതുപോലെ തന്നെയാണ് കം എന്ന് പറഞ്ഞ വാക്കിന് നമുക്ക് കെയിം എന്ന് പറയാം. കം എന്ന വാക്കിന് നമുക്ക് കെയിം എന്ന് പറയാം. റീഡ്, റെഡ് എന്നാകും. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ല, സ്പെല്ലിങ്ങിൽ ചേഞ്ച് ഒന്നുമില്ല. സെയിം ആയിട്ടുള്ള ആ വാക്ക് തന്നെ READ, പക്ഷേ പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ അത് റെഡ് എന്നായി മാറുന്നു. ഓക്കെ, അതുപോലെ ഡാൻസ്, ഡാൻസ്ഡ്. ഓക്കെ, വർക്ക്, വർക്ക്ഡ്. ഓക്കെ, വോക്ക്, വോക്ക്ഡ്.
അങ്ങനെ എല്ലാത്തിൻ്റെയും ചില വാക്കുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ED ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് V2 കിട്ടും, അതായത് സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ് കിട്ടും. അപ്പോൾ ഇനി കൺഫ്യൂഷനൊന്നും വേണ്ട. V1 പഠിച്ചു, നമ്മൾ V2 പഠിച്ചു. V1 എന്ന് പറയുന്നത് എല്ലാ ദിവസവും ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യത്തിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. V2 എന്ന് പറഞ്ഞത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തിനെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് V2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് V3 എന്താണെന്ന് നോക്കാം. V3 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഈ വാക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് എന്ന് പറഞ്ഞ വാക്കുകളുടെ കൂടെ മാത്രമേ നമ്മൾ V3 എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ V3 വരാൻ നേരത്ത് V1-ൽ നിന്നും V2-ൽ നിന്നും ചേഞ്ച് വരും. ഇപ്പോൾ ഗോ എന്ന് പറഞ്ഞ വാക്ക് തന്നെ നമുക്ക് എടുത്തു നോക്കാം. ഗോ എന്ന് പറഞ്ഞ വാക്ക് V2-ൽ എത്തിയപ്പോഴേക്കും വെൻറ്റ് എന്ന വാക്കായി മാറി. ഓക്കെ, ഇനി V3 തേർഡ് ഫോമിലേക്ക് എത്തുമ്പോഴേക്കും ആ വാക്ക് ഗോൺ എന്നായി മാറും. GONE ഗോൺ. അപ്പോൾ ഗോ വെൻറ്റായി, വെൻറ്റ് പിന്നെ ഗോണായി V3-ൽ എത്തിയപ്പോഴേക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വരാൻ നേരത്ത് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ നമ്മൾ ഓർത്തിരിക്കും എന്നുള്ളതാണ്. നമുക്ക് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ആദ്യം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇനി നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ കൂടി ഈസി ആയിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പോകാറുണ്ട് അല്ലെങ്കിൽ പോവുകയാണ് അർത്ഥം എന്ന് പറഞ്ഞു. പാസ്റ്റ് ടെൻസിലൊക്കെ V2-ൽ വരുമ്പോൾ അതിൻ്റെ അർത്ഥം പോയി എന്നായി മാറും. പോകാറുണ്ട്, പോവുക, അത് പോയി ആയി മാറി. ഇനി V3-ലേക്ക് വരുമ്പോഴേക്കും ഈ വാക്കിൻ്റെ അർത്ഥം പോയിട്ടുണ്ട് എന്നായി മാറും. പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഇംഗ്ലീഷ് സെൻറ്റൻസിലേക്ക് കൊണ്ടുവരുമ്പോൾ ഐ ഹാവ് ഗോൺ ടു ഓഫീസ്. ഐ ഹാവ് ഗോൺ ടു ഓഫീസ്. അപ്പോൾ ഗോ എന്ന് പറഞ്ഞ വാക്ക് വെൻറ്റായി, പിന്നീട് വന്നപ്പോഴേക്കും ഹാവ് ഗോൺ ആയി. ഐ ഉപയോഗിച്ചത് കൊണ്ടാണ് നമ്മളവിടെ ഹാവ് ഉപയോഗിച്ചത്. നേരത്തെ നമ്മൾ V1-ഉം V1S ചേർത്ത കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെയും ഐ യു വി ദയുടെ കൂടെ നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നു. ഹി ഷീ ഇറ്റിൻ്റെ കൂടെ നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നു. ഹി ഹാസ് ഗോൺ ടു ഓഫീസ്. ഓക്കെ, അപ്പോൾ ഹാവും ഹാസും ഹാഡിൻ്റെ കൂടെ നമുക്ക് എല്ലാം ഉപയോഗിക്കാം. ഐ ആയാലും യു വി ദേ ഹി ഷീ ഇറ്റ് എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ ഹാഡ് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ കഴിഞ്ഞുപോയ കാര്യം തന്നെയാണ് പറഞ്ഞത്, പക്ഷേ പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ഉണ്ട് എന്നുള്ളൊരർത്ഥം വരുന്ന രീതിയിലായിരിക്കും ഈ V3 എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ V1 എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നു. V2 വന്നപ്പോഴേക്കും കഴിഞ്ഞു പോയ ഒരു കാര്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. V3 കഴിഞ്ഞു പോയതാണെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഉണ്ട് എന്നുള്ളൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് V4 എന്ന് പറഞ്ഞ ലാസ്റ്റ് ഫോം ഓഫ് ദ വെർബും കൂടി നമുക്ക് നോക്കാം. ING ചേർത്തിട്ടുള്ള രൂപങ്ങളാണ് V4 എന്ന് പറയുന്നത്. ഓക്കെ, V4 വരാൻ നേരത്ത് നമുക്ക് ഈസിയാണ്. ഗോ എന്ന് പറഞ്ഞ വാക്ക് വെൻറ്റായി, പിന്നെ ഗോണായി. ആദ്യം പറഞ്ഞ V1 എന്ന വാക്കിൻ്റെ കൂടെ എല്ലാ V1-ൻ്റെ കൂടെയും ING ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് V4 എന്ന് പറഞ്ഞ വാക്ക് കിട്ടും. ഇപ്പോൾ ഗോ എന്നുള്ള വാക്കിൻ്റെ കൂടെ ING ചേർത്താൽ ഗോയിങ്, പ്ലേ എന്ന വാക്കിൻ്റെ കൂടെ ING ചേർത്താൽ പ്ലേയിങ്, വർക്ക് എന്ന വാക്കിൻ്റെ കൂടെ ING ചേർത്താൽ വർക്കിംഗ്, റീഡ് എന്ന വാക്കിൻ്റെ കൂടെ ING ചേർത്താൽ റീഡിങ്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി നമുക്ക് ING ചേർത്താൽ ഈസി ആയിട്ട് നമുക്ക് V4 കിട്ടും. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ എല്ലാ കാറ്റഗറിക്കും നമുക്ക് ഇംഗ്ലീഷുകാർ വിവിധ പേരുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് V1, V2, V3, V4 എന്ന് പറയാം. V1-നെ നമ്മൾ പറഞ്ഞു ബേസ് ഫോം അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞു. V2 വന്നപ്പോഴേക്കും നമ്മളതിനെ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു. V3-നെ നമ്മൾ പറയുന്ന പേരാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. V3-യെ പറയുന്ന പേരാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. V4 വരാൻ നേരത്ത് നമുക്ക് അതിനെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അഥവാ V4 എന്ന കാറ്റഗറി നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ V4 എന്ന വിഭാഗത്തിൽപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം എടുത്ത ആ സെയിം സെൻറ്റൻസിനെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ പറയാം. ഐ ആം ഗോയിങ് ടു ഓഫീസ്. ഐ ആം ഗോയിങ് ടു ഓഫീസ്. ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചിലപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞു പോയതായിരിക്കാം. എപ്പോഴാണെങ്കിലും കഴിഞ്ഞു പോയിരുന്ന സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ING ചേർത്ത് പറയുന്നു. ഫോർ എക്സാമ്പിൾ ഐ ആം ഗോയിങ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പറയാം ഐ വാസ് ഗോയിങ് ടു ഓഫീസ്.
ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞു പോയൊരു കാലത്തിനെയാണ് വാസ് ഉപയോഗിച്ച് പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അപ്പോഴും തുടർച്ചയായി ചെയ്ത പ്രവൃത്തിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞു V1, V2, V3, V4 എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അതുപോലെ തന്നെ V1ൻ്റെ എസ് ചേർത്തുള്ള രൂപമുണ്ട്, 2 ചേർത്തിട്ടുള്ള രൂപങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചെത്താം. നിങ്ങൾക്കെങ്ങനെ വാക്കുകൾ കിട്ടുന്നില്ലെന്ന് പരാതി പറയുന്നവർ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആക്ഷൻ വേർഡ്സ് എടുക്കുക, ഒരു 5 വേർഡ്സ് മാത്രം എടുത്ത് ആദ്യം എഴുതുക. അത് നമ്മൾ എഴുതുമ്പോഴേക്കും ആ കിട്ടുന്നതാണ് നമുക്ക് V1 എന്ന് പറഞ്ഞ രൂപം അല്ലേ. അതിൻ്റെ V1S എഴുതുക, 2 ചേർത്തിട്ടുള്ള രൂപം എഴുതുക, V2, V3, V4 ഇങ്ങനെ എഴുതിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ വാക്കും അത് സെൻറ്റൻസ് ആക്കി മാറ്റണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോ എന്നുള്ള വാക്കെടുത്തു അല്ലേ. അതിന് നമ്മൾ ആ ഒരൊറ്റ വാക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ വാക്കുകൾ ഉണ്ടാക്കിയതും സെൻറ്റൻസുകൾ ഉണ്ടാക്കിയതും. ഫോർ എക്സാമ്പിൾ ഐ ഗോ ടു ഓഫീസ് പറഞ്ഞു, ഐ വെൻ ടു ഓഫീസ് പറഞ്ഞു, ഹീ ഗോസ് ടു ഓഫീസ് പറഞ്ഞു, ഐ വോണ്ട് ടു ഗോ ടു ഓഫീസ് പറഞ്ഞു, അതുപോലെ തന്നെ ഐ ഹാവ് ഗോൺ ടു ഓഫീസ് പറഞ്ഞു, അതുപോലെ തന്നെ പറഞ്ഞു ഐ ആം ഗോയിങ് ടു ഓഫീസ് അല്ലെങ്കിൽ ഐ വാസ് ഗോയിങ് ടു ഓഫീസ് പറഞ്ഞു. നോക്കൂ, അപ്പോൾ ഗോ എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ നമുക്ക് വെൻറ്റ്, ഗോണ്, ഗോയിങ് ഇതെല്ലാം കിട്ടി അല്ലേ. അപ്പോൾ നമുക്കറിയാത്ത എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ എടുത്ത് പറയുമ്പോൾ നമുക്ക് ഈസിയാകും. ഇനി നമ്മൾ അധികം ഉപയോഗിക്കാത്ത വാക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ വെർബ് ഫോംസിന് ഡിഫറെൻറ്റ് ഫോംസ് കാണും. ഫോർ എക്സാമ്പിൾ ത്രോ എന്ന് പറഞ്ഞ വാക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ അതിൻ്റെ പാസ്റ്റ് ഫോമായിട്ട് ത്രൂ ആണെന്നും ത്രോൺ ആണെന്നും എല്ലാവർക്കും ചിലപ്പോൾ പെട്ടെന്ന് കിട്ടില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ടുപിടിച്ച് അത് സെൻറ്റൻസിലാക്കി കഴിയുമ്പോഴേക്കുമാണ് നമ്മൾക്ക് വാക്കുകൾ കിട്ടുന്നത്, നമുക്ക് സെൻറ്റൻസുകൾ കിട്ടുന്നത്. ഈ സെൻറ്റൻസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടും. നമുക്ക് ഡെയിലി ലൈഫിൽ തന്നെ ഉപയോഗിക്കുന്ന ഒത്തിരി അധികം വാക്കുകളുണ്ട്. അതിൻ്റെ തന്നെ ഈ ഡിഫറെൻറ്റ് രൂപങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഒത്തിരി സെൻറ്റൻസുകളും വാക്കുകളും നമുക്ക് കിട്ടും. അതുപയോഗിച്ച് നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വെർബിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു V1 ഫോം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ എല്ലാ ഡിഫറെൻറ്റ് രൂപങ്ങളും താഴെ കമൻറ്റ് ചെയ്യണം, മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് എൻകറേജിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ അഹെഡ്.